നമസ്കാരം. നമുക്കിന്ന് അമ്പിളിമാമനെ കുറിച്ച് നോക്കിയാലോ. നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ മാവിൻ്റെ കൊമ്പിൽ നിന്നും കയ്യെത്തും ദൂരത്ത് സ്ഥിതി ചെയ്തിരുന്ന അസംഖ്യം കവികളുടെയും കഥാകാരന്മാരുടെയും വർണ്ണനകൾക്ക് വിധേയമായിട്ടുള്ള പ്രകൃതിയുടെ വിസ്മയമായ നമ്മുടെ സ്വന്തം അമ്പിളിയമ്മാമനെ കുറിച്ച് ഒന്ന് നോക്കിയേച്ച് വന്നാലോ. നമുക്കറിയാം, ഈയിടയ്ക്കാണ് ആർട്ടിമിസ് 2 ദൗത്യം ചന്ദ്രനെ ചുറ്റിപ്പറ്റി പോയി വന്നത് നമ്മൾ കണ്ടത്. അതിലെ സഞ്ചാരികളായിരുന്ന റീഡ് വൈസ്മാനും വിക്ടർ ഗോവർ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ സ്പേസ് ഏജൻസിയുടെ ജാമി ഹാൻസൺ, ഇവർ 4 പേരും ഒരു ചന്ദ്രൻ്റെ മറുവശത്തെ ചുറ്റി വന്നത് നമ്മൾ വിസ്മയത്തോടുകൂടി കൗതുകത്തോടുകൂടി നമ്മൾ നോക്കി നിന്നു. അപ്പോൾ ഇവർ എന്തുകൊണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയില്ല എന്നുള്ള സ്വാഭാവികമായൊരു സന്ദേഹം എല്ലാവരുടെ ഇടയിലുണ്ട്. പക്ഷെ ആർട്ടിമിസ് 1 ആയാലും 2 ആയാലും ഇനി വരാൻ പോകുന്ന 3 ആയാലും മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കുക എന്ന ദൗത്യത്തോടു കൂടി അല്ല എന്നുള്ളതാണ്. ആർട്ടിമിസ് 4 എന്ന ദൗത്യത്തിലാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് ഇത്ര കാലം, ഒരു 1/2 നൂറ്റാണ്ടുകളിലേറെയായി യാതൊരു വിധത്തിലുള്ള മനുഷ്യ സഞ്ചാരങ്ങളുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചന്ദ്രദൗത്യം ഇങ്ങനെ നിലനിന്നു പോകുന്നു എന്ന് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റെന്തിനേക്കാൾ ഉപരി സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ്. നമ്മൾ ഈ പോകുന്നത് പട്ടിയ പൂച്ചയൊന്നുമല്ല. അന്താരാഷ്ട്ര കോമ്പറ്റബിൾ ആയിട്ടുള്ള ആസ്ട്രോനറ്റുകളാണ്, സയൻസിൻ്റെ ഉഗ്രപ്രതാപികളായിട്ടുള്ള പ്രതിഭകളാണ് ചന്ദ്രദൗത്യത്തിനായിട്ട് മുന്നോട്ട് വരുന്നത്. അവരുടെ ജീവൻ എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്, അത് സംരക്ഷിച്ചേ പറ്റൂ. അപ്പോൾ അന്ന് അത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പല തവണ പോയി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ മനുഷ്യനിൽ ചന്ദ്രൻ്റെ സാന്നിധ്യം നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ആർട്ടിമിസ് ദൗത്യം കൊണ്ട് നാസ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിമിസ് ദൗത്യം എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രനിൽ ഒരു താവളം ഉണ്ടാക്കുക. മനുഷ്യന് ചൊവ്വയിലേക്കുള്ള പരിവേഷണമായാലും ചന്ദ്രപരിവേഷണമായാലും അതിനുള്ളൊരു ഇടത്താവളം ചന്ദ്രനിൽ ഒരു ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഒരു 1/2 നൂറ്റാണ്ടുകൾക്കിപ്പുറം നിന്നുകൊണ്ട് നാസ ഈ ഒരു ദൗത്യത്തിന് മുതിരുന്നത്. പക്ഷേ നമ്മൾ കണ്ടാണ് എത്രമാത്രം റിസ്ക്കിയാണ്, എത്രമാത്രം അപകടം പിടിച്ചതാണ് ഈ ബഹിരാകാശ ദൗത്യങ്ങളെന്ന് നമ്മൾ പലതവണ കൽപ്പന ചൗളയുടെ കാര്യത്തിലായാലും ഈ നമ്മുടെ അപ്പോളോ 1 നമുക്കറിയാം, വിക്ഷേപണം ശ്രമത്തിനിടെ അതിൻ്റെ ഓക്സിജൻ ടാങ്കിലുണ്ടായ തീപിടുത്തത്തിൽ നമുക്ക് 3 ആസ്ട്രോനറ്റുകളുടെ ജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത്. വെർജിൻ ഗ്രിസം, എഡ്വേർഡ് വൈറ്റ്, റോജൻ ചാഫി എന്നീ തുടങ്ങിയ 3 ആസ്ട്രോനറ്റുകളുടെ ജീവനാണ് അവിടെ പൊലിയപ്പെട്ടത്. അപ്പോൾ അതിൽ പിന്നെ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ഒന്നാണ് ചന്ദ്രദൗത്യം എന്ന് പറയുന്നത്. 2750 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ മോഡ്യൂള് താഴത്തേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുന്ന് ജ്വലിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും ഊഷ്മാവിലാണത്. അതായത് ഇത് 35-32 ശബ്ദത്തേക്കാൾ 32 മടങ്ങ് വേഗതയിൽ, അതായത് ഒരു 38,000 കിലോമീറ്റർ വേഗതയിലാണ് ഇത് ഭൂമിയിലേക്ക് അത് തിരിച്ചിറങ്ങുമ്പോൾ ആ മോഡ്യൂള് വന്ന് ഓറിയോൺ പേടകം വന്ന് പതിച്ച് നമ്മൾ കാണുന്നതാണത്. അപ്പോൾ ഈ 2750 സെൽഷ്യസ്
ഇത് ഉരുകുമ്പോൾ സൂര്യൻ്റെ ഉപരിതലത്തിലെ ഊഷ്മാവിൻ്റെ ഏകദേശം പകുതിയോളം വരും ഇത് ഉരുകി ജ്വലിച്ചുകൊണ്ടാണ് പ്ലാസ്മാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇത് ഈ ഓറിയോൺ പേടകം സമുദ്രോപരിതലത്തിലേക്ക് വന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വന്ന് പ്രവേശിക്കുന്നതും ആ സമയത്ത് ഇത് ഒരു പ്രത്യേക ഒരു ചരിഞ്ഞാണ് അത് വരുന്നത്. ആ ചരിവിലോ ആ വേഗതയിലോ എന്തെങ്കിലും അതിൻ്റെ നിയന്ത്രണത്തിലോ അതിൻ്റെ ഡോക്കിംഗ് സിസ്റ്റത്തിലോ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പൊലിയപ്പെടുന്നത് ഈ ഒരു മനുഷ്യജീവനാണ്. അപ്പോൾ ഇത് ഭൂമിയിലേക്ക് പതിക്കുന്നതും അതിൽ നിന്നും ആ സഞ്ചാരികളെ നമ്മൾ സുരക്ഷീയ ക്രമീകരണങ്ങളോടി മാറ്റുന്നതുമൊക്കെ നമ്മൾ പല ചാനലിൽ കൂടിയൊക്കെ കണ്ടതാണ്. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഒരു ശക്തിയുടെ മൽപ്പിടുത്തമായിരുന്നുവെങ്കിൽ അതിന് ശേഷം വന്നതാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. അത് ആശയപരമായ സംഘടനമായിരുന്നു. അതായത് രാഷ്ട്രീയപരമായ ആശയമുണ്ടായിരുന്നു, ശാസ്ത്രപരമായ ഒരു ആശയമാണ്. ഏതിനാണ് മേൽക്കോയ്മ? ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും ഒരു ഭാഗത്ത് അമേരിക്കയുമായി നിന്നുകൊണ്ടുള്ള ഒരു അപ്രഖ്യാപിത യുദ്ധം തന്നെയായിരുന്നു കോൾഡ് വാർ എന്ന് പറയുന്നത്. ഏത് ശക്തിക്കാണ് ലോകത്തിൽ അധീശത്വം എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ളൊരു ആരോഗ്യകരമായ ഒരു മത്സരമായിരുന്നു ഈ കോൾഡ് വാർ എന്ന് പറയുന്നത്. രാഷ്ട്രീയപരമായി എന്ന് പറഞ്ഞാൽ ഒന്ന്, മുതലാളിത്തത്തിൻ്റെ ആശയതലത്തിൽ നിന്നുകൊണ്ടുള്ള അഭ്യുന്നതി; രണ്ട്, സോഷ്യലിസത്തിൻ്റെതായിട്ടുള്ള ആശയത്തിൽ നിന്നുകൊണ്ടുള്ള വളർച്ച. ഇത് രണ്ടും തമ്മിലുള്ളൊരു രാഷ്ട്രീയ മത്സരമുണ്ടായിരുന്നു. രണ്ടാമത്തത് ശാസ്ത്രത്തിൽ ആര് ആദ്യം ബഹിരാകാശത്തെത്തും എന്നുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള മേഖലയിൽ നിന്നുകൊണ്ടുള്ളൊരു കുത്തക കിടമത്സരമുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ജോൺ എഫ് കെന്നഡി ഒരു 1961 ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഈ ഒരു ഡെക്കേഡിൽ തന്നെ, ഈ ഒരു ദശാബ്ദത്തിൽ തന്നെ ഞങ്ങൾ ചന്ദ്രനിൽ മനുഷ്യനെ അയക്കും എന്നുള്ളൊരു വിളംബരം തന്നെ നടത്തുകയുണ്ടായി പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. ഇത് അന്നത്തെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള വളർച്ച പൂർണ്ണമായും കൈവന്നിട്ടില്ല. ഇന്നത്തെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ അത്രയും തന്നെ പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടർ മാത്രമേ അമേരിക്കയിൽ അന്ന് ഏറ്റവും ഉയർന്ന കമ്പ്യൂട്ടറായിട്ട് ലഭ്യമായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള വലിയ തോതിലുള്ള വിജ്ഞാന കുതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ കമ്പ്യൂട്ടർ സിസ്റ്റമോ AI സിസ്റ്റമോ വളർച്ചയോ ഒന്നും അക്കാലത്തുണ്ടായിരുന്നില്ല. വളരെ പരിമിതമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് ഈ ഒരു ടാർഗറ്റ് എത്തിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ 1900 പല ചന്ദ്രപര്യവേഷണങ്ങൾ, അപ്പോളോ 1 പോകുന്നുണ്ട്, 2 പോകുന്നുണ്ട്, 3, 4 ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം അവസാനമാണ് ഒരു അപ്പോളോ 11 എന്ന ഒരു ചന്ദ്രപര്യവേഷണ ദൗത്യത്തിന് അവർ മുതിരുന്നത്. അതിനുശേഷം 11 ശേഷം 12 മുതൽ 17 വരെ ചന്ദ്രപര്യവേഷണം ഉണ്ടായിട്ടുണ്ട്. അവിടെ 6ഓളം പ്രാവശ്യം ചന്ദ്രനിൽ ഇറക്കിയിട്ട് 12 പേരോളം മനുഷ്യർ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആസ്ട്രോനറ്റുകൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം നീൽ ആംസ്ട്രോങ്ങിൻ്റെ ആ കാൽവെപ്പുകൾ, ആദ്യത്തെ കാൽവെപ്പുകൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാൽവെപ്പാണെങ്കിൽ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കുതിച്ചുചാട്ടമാണ് എന്നാണ് നീൽ ആംസ്ട്രോങ് അന്ന് ലോകത്തോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രനിലേക്ക് കാലുകുത്തുന്നത്, അപ്പോളോ 11. അപ്പോൾ ഈ അപ്പോളോ 11 എന്ന് പറയുന്നത് ഒരു വലിയ ഏകദേശം അതിൻ്റെ റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഭീമാകാരമായിട്ടുള്ള, അതായത് 300 അടി പൊക്കം വരുന്ന 30 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരുന്ന ഒരു ഭീമാകാരമായിട്ടുള്ള Saturn V എന്ന റോക്കറ്റിലാണ് ഈ അപ്പോളോ പേടകം പോകുന്നത് തന്നെ. അത്ര ഭീമാകാരമായിട്ടുള്ളൊരു റോക്കറ്റായിരുന്നത്. ആ റോക്കറ്റിൻ്റെ ആ ടെക്നോളജി പിന്നീട് കാലഹരണപ്പെട്ടു പോവുകയും
പിന്നീടാണ് ആർതെമിസ് ദൗത്യത്തിലേക്ക് നാസ കടന്നു വരുന്നത്. ഒരു ഭാഗത്ത് അമേരിക്ക സ്പേസിലേക്ക് പോകുവാനുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇതിനോടകം തന്നെ റഷ്യ ആദ്യമേ തന്നെ തങ്ങളുടെ ആധിപത്യം സ്പേസ് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. ലൈക്ക എന്ന പേരുള്ളൊരു നായയെ സ്പേസിലേക്ക് പറഞ്ഞു വിട്ടു. ആദ്യമായിട്ട് സ്പേസിൽ പോയ ഒരു സഞ്ചാരി എന്ന നിലയിൽ യൂറി ഗഗാറിൻ സ്പുട്നിക് ഉപഗ്രഹത്തിൽ, കൃത്രിമോപഗ്രഹത്തിൽ സ്പേസിലേക്ക് ബഹിരാകാശത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു. അതിനുശേഷം വാലന്റീന തെഷ്കോവ സ്പേസിൽ പോയ ആദ്യത്തെ വനിത എന്ന നിലയിൽ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആ നാമധേയം കുറിക്കപ്പെട്ടു. പക്ഷെ ഇവിടെ ഒരു ചില ആളുകൾക്ക് ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ സ്പേസിൽ പോയ ആദ്യത്തെ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന, ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് യൂറി ഗഗാറിനെയാണ്. എന്നാൽ ചില ഇസ്ലാമിസ്റ്റുകൾ പറയുക അത് മുഹമ്മദ് നബിയാണ് അതിനെ സ്ഥാനത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദുത്വവാദികളും പറയുന്നത് ഹനുമാനാണ് ആദ്യമായിട്ട് സ്പേസിൽ പോയതെന്നാണ്. നമുക്ക് ഇത്തരം ആശയങ്ങളോട് മല്ലടിക്കാനല്ല, നല്ല നമസ്കാരം പറഞ്ഞ് അതിനെ അവിടുന്ന് പിന്മാറിപ്പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം സ്പേസിൽ പോകുക എന്ന് പറഞ്ഞാൽ അത്ര വളരെ എളുപ്പമുള്ള കാര്യമല്ല. അത് സ്പേസിലൂടെ അവിടെ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ടാണ് സ്പേസിലേക്ക് ആളുകൾ പോകുന്നത്. അക്കാലത്ത് ഇതൊരു വാശിപ്പുറത്താണ്. ഈ റഷ്യയുമായിട്ടുള്ളൊരു ആശയപരമായിട്ടുള്ളൊരു വാശിപ്പുറത്താണ് അമേരിക്ക ആദ്യമായിട്ട് നീൽ ആംസ്ട്രോങ്ങിനെയും ബസ് ആൾഡ്രിനെയും മൈക്കിൾ കോളിൻസിനെയും ഒക്കെ ചന്ദ്രദൗത്യത്തിനായിട്ട് അയക്കുന്നത് അപ്പോളോ 11. അപ്പോൾ ഈ ചന്ദ്രപര്യവേഷണത്തിനായിട്ട് ഇവർ അങ്ങോട്ട് പോകുമ്പോൾ നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുന്നതും, ബസ് ആൾഡ്രിൻ തൊട്ട് പിന്നാലെ ഇറങ്ങുന്നു. മൈക്കിൾ കോളിൻസ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ, ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നുകൊണ്ട് ആ മോഡ്യൂളിനെ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇതിനകത്തൊരു സംശയം ആളുകൾ പറയാറുണ്ട്. അതാണ് ഏറ്റവും വിചിത്രമായ, നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നൊരു കാര്യം. ബിൽ കെയിങ്ങിൻ്റെ ഒരു പുസ്തകം ഈയിടെ പുറത്തിറങ്ങുകയുണ്ടായി. അതിൽ പറയുന്നത് നാസ മനുഷ്യരെ കബളിപ്പിക്കുകയായിരുന്നു. ചന്ദ്രദൗത്യം എന്നുള്ളത് ഒരു ഹോളിവുഡ് സിനിമ സെറ്റിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വിഷ്വൽസ് മാത്രമാണ്. അത് ജനത്തെ വഞ്ചിക്കുകയായിരുന്നു നാസ. ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല എന്നൊരു അവകാശവാദവുമായിട്ടാണ് ബിൽ കെയ്ൻസ് തൻ്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചത്. ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി നമ്മുടെ ഇടയിലുണ്ട്. ഭൂമി ഉരുണ്ടതല്ല, പരന്നായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അതുപോലെ ചന്ദ്രദൗത്യം തെറ്റാണ്, അത് ചന്ദ്രനിലെ ആൾ പോയിട്ടില്ല എന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഈ വാദം എത്രമാത്രം തെറ്റാണ്, മനുഷ്യൻ്റെ അത്രമേലുള്ളൊരു പരിശ്രമത്തെ ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിൽ ഇത്തരം ബാലിശമായ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന എത്രമാത്രം ദൗർഭാഗ്യമാണ് എന്നുള്ളതാണ്. ഒന്ന്, മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നത് യാതൊരു ടെക്നോളജിയും ഇല്ലാതെ ജീവൻ പണയം വെച്ച് പോയാൽ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ആണ് മനുഷ്യൻ, രണ്ടും കൽപ്പിച്ചാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയത്. പക്ഷെ ഇത്രയും വലിയൊരു സ്ട്രഗിളിനെ നിർവീര്യമാക്കുന്ന വിധത്തിൽ, അവഹേളിക്കുന്ന വിധത്തിൽ ഇപ്രകാരമുള്ള വാദങ്ങൾ അത് ഒരു കാരണവശാലും ആശാസ്യകരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ പറയുന്ന ഒരു ഒന്നാമത്തെ കാരണം, ചന്ദ്രനിൽ വായുവില്ല, പിന്നെ എങ്ങനെയാണ് ആ കൊടി പാറുന്നത്?
ചന്ദ്രനിൽ വായുവില്ല, സമ്മതിച്ചു. പക്ഷേ ആ കൊടി പാറുന്നില്ല. ആ കൊടി സ്ഥാപിച്ചപ്പോൾ അത് ആ സമയത്ത് പാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഒരു എൽ ഷേപ്പിലുള്ളൊരു റാഡിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടി പാറുന്ന വിധം ഇങ്ങനെ നേരായിട്ട് കിടക്കുന്നതായിട്ടാണ് ശരിക്കും ഉണ്ടായത്. ഇതാണ് സത്യാവസ്ഥ. പിന്നെ രണ്ടാമത്തെ ഇവർ പ്രചരിപ്പിക്കുന്നത്, ചന്ദ്രനിൽ നിന്ന് നോക്കിയ നക്ഷത്രത്തെ എന്തുകൊണ്ട് ആ ചിത്രത്തിൽ കാണുന്നില്ല? ശരിയാണ്, നക്ഷത്രത്തെ കാണുന്നില്ല. പക്ഷേ അത് കാണാതിരിക്കാനുള്ള കാരണം ഈ അന്നത്തെ ഫിലിം ക്യാമറയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ക്യാമറയൊന്നുമല്ല. ഭയങ്കര ഊഷ്മാവ്, ചന്ദ്രോപരിതലത്തിൽ സൂര്യൻ്റെ നേരിട്ടുള്ള പ്രകാശം തട്ടുന്ന സ്ഥലമാണ്. അവിടെ അന്തരീക്ഷമൊന്നുമില്ല. ആ സ്ഥലത്ത് ചൂട് കൂടുതലാണ്. ചൂട് കൂടുന്ന സമയത്ത് ഈ ഫിലിം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതുണ്ടാവാതിരിക്കുക ഷട്ടർ സ്പീഡ് പരമാവധി കൂട്ടിക്കൊണ്ടാണ് ആ ചിത്രം എടുത്തത്. കൂടെ എക്സ്പോഷർ കുറച്ചുകൊണ്ടൊക്കെയാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചിത്രത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആ ഒരു ഓബ്ജക്റ്റ് ബ്ലാങ്കായി പോകുന്നത് സ്വാഭാവികമാണത്. പോരാത്തതിന് ആ സ്പേസ് സ്യൂട്ടിൻ്റെ ആ വെള്ള കളറും ഒക്കെ വെച്ച് എക്സ്പോഷർ കൂടി കുറച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവിടെ. പോരാത്തതിന് ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും ആ നക്ഷത്രങ്ങളെ നമുക്ക് വിസിബിൾ കാണാതെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പല ഷാഡോ പല ഭാഗത്ത് ലൈറ്റ് വെച്ചെടുത്ത പോലെ, ഒരു സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്ത പോലെ ഷാഡോ പല ഭാഗത്തുമായിട്ട് ഈ ബസ് ആൾഡ്രിൻ്റെയും നീൽ ആംസ്ട്രോങ്ങിൻ്റെയൊക്കെ ഷാഡോ അവിടെ കാണുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഷാഡോ ഉണ്ടാകുന്ന ഈ ഒരു മോഡ്യൂളിൻ്റെ ചന്ദ്രനിൽ ഇറങ്ങിയ ലൂണാർ മോഡ്യൂളിൻ്റെ പല ഭാഗത്തും ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. ആ ലൈറ്റിൻ സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഷാഡോ അവിടെ വന്നത്. പല ഭാഗത്തുനിന്ന് ലൈറ്റ് അടിച്ചുകൊണ്ടാണ് അങ്ങനെ ഷാഡോ വരാനുള്ള കാരണം. പിന്നെ ഇവർ പറയുന്നത്, ഈ ആദ്യം തന്നെ നീൽ ആംസ്ട്രോങ് താഴെ ഇറങ്ങിയപ്പോൾ നീൽ ആംസ്ട്രോങ്ങിൻ്റെ ചിത്രം എടുത്തതാരാ? ആ സമയം ബസ് ആൾഡ്രിനകത്താണ്. ബസ് ആൾഡ്രിൻ ഇറങ്ങിയിട്ടില്ല. ആദ്യം നീൽ ആംസ്ട്രോങ് ഇറങ്ങുന്നതിൻ്റെ ചിത്രം എടുത്ത് അപ്പോൾ ചന്ദ്രനിൽ ആരോ അവിടെ ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ളൊരു വാദം ആണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങുമ്പോഴും ആ മോഡ്യൂളിൽ ഫിക്സ് ചെയ്തിരുന്ന ക്യാമറയാണ് ഈ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങുന്നതിൻ്റെ ചിത്രം എടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ എടുത്തിരിക്കുന്ന ഇവർ നടന്നപ്പോൾ അവിടെ പതിഞ്ഞ നീൽ ആംസ്ട്രോങ്ങിൻ്റെ കാലടി, ആ നീൽ ആംസ്ട്രോങ് ധരിച്ച ഷൂസിൻ്റെ അടയാളങ്ങൾ ചന്ദ്രോപരിതലത്തിൽ സ്പഷ്ടമായിട്ട് കാണാം. പിന്നെ ഭൂമിക്ക് ഏതാണ്ട് 10,000, 30,000, 40,000 കിലോമീറ്ററിനിടയിൽ ഒരു വാൻ അലൻ ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് ഭേദിച്ചുകൊണ്ട് ഇവരെങ്ങനെ ചന്ദ്രനിലേക്ക് പോയി? ഇത് സ്വാഭാവികമായിട്ട് ഈ ബെൽറ്റ് ഭേദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ആ ശൂന്യാകാശ വാഹനം നശിച്ചു പോവുകയോ അല്ലെങ്കിൽ മനുഷ്യൻ കരിഞ്ഞു പോവുകയോ ചെയ്യും. സത്യമാണ്, ഹൈ ഗ്രേഡ് റേഡിയേഷൻ, മനുഷ്യൻ കരിഞ്ഞു പോകുന്നുള്ളൊരു സംശയമില്ല. ഇവിടെയാണ് സ്പേസിൽ പോയി എന്ന് അവകാശപ്പെടാവുന്ന വിധത്തിൽ 2 മത കഥാപാത്രങ്ങൾ മുന്നോട്ട് വന്നത് എന്നുള്ളതാണ്. അതായത് വാൻ അലൻ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാന്തികമായിട്ടുള്ള കാരണം ഒരു സ്പേസിൻ്റെ ഒരു ഭാഗത്ത്, ഭൂമിയുടെ കവചത്തിൽ ഭൂമിക്ക് ചുറ്റുമായിട്ട് ഒരു വലിയൊരു റേഡിയേഷൻ ബെൽറ്റ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ചാർജുള്ള കണങ്ങൾ, ചാർജില്ലാത്ത കണങ്ങളൊക്കെ അവിടെ ഒരു ബ്ലോക്ക് ചെയ്യപ്പെട്ടുകൊണ്ട് വലിയൊരു റേഡിയേഷൻ ഒരു കണങ്ങൾ അവിടെ വന്ന് ബ്ലോക്കായി കിടന്നുകൊണ്ടൊരു ബെൽറ്റ് പോലെ രൂപപ്പെടും. അത് ഇന്നർ ബെൽറ്റും ഉണ്ട്, ഔട്ടർ ബെൽറ്റും ഉണ്ട്. ഈ ഔട്ടർ ബെൽറ്റിലാണ് ചാർജ് ഉള്ള കണങ്ങളാണ്. ഇന്നർ ബെൽറ്റ് ചാർജ് ഇല്ലാത്ത ഇലക്ട്രോൺ പാർട്സാണ് അവിടെ. അപ്പോൾ ഇതിനെ ഭേദിച്ചുകൊണ്ട് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ കനത്ത വെല്ലുവിളി തന്നെയാണ് ഈ ആസ്ട്രോനറ്റുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവർ
ഇവരെ ഈ അപ്പോളോ യാത്രികരെ സംബന്ധിച്ച് ഇവർ ഇതിന് മുൻകൂട്ടി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാൻ ആലൻ ബെൽറ്റിന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ആ റേഡിയേഷനെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ള ഈ സ്പേസ് സ്യൂട്ടുകളും ആവരണങ്ങളും എല്ലാം ഇവർ ധരിച്ചിരുന്നു. പോരാത്തതിന് ഏതാണ്ടൊരു 1.5 മണിക്കൂർ 25,000 കിലോമീറ്റർ വേഗതയിൽ ഇവർ സഞ്ചരിക്കുന്ന ആ ഒരു വാഹനത്തിന് ഏകദേശം 1.5 മണിക്കൂർ മാത്രമേ ഈ ഒരു വാൻ ആലൻ ബെൽറ്റ് ഭേദിക്കാൻ വേണ്ടി സമയം വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. പോരാത്തതിന് ഇവർ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം, വാൻ ആലൻ ബെൽറ്റിൻ്റെ ഏറ്റവും കട്ടി കുറഞ്ഞ, ഏറ്റവും ദൃഢത കുറഞ്ഞ ഭാഗത്തുകൂടിയാണ് ഇവർ കടന്നു പോകാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ്റെ ഗ്രാവിറ്റി ഇവർക്ക് 2 റാഡോ 3 റാഡോ അത്രയൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് ശരീരത്തിന് യാതൊരു ഹാനികരവും അല്ലാതെ കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അത് അന്നത്തെ ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ശക്തമായ തെളിവ് എന്ന് പറയുന്നത്, നമ്മുടെ ഷൈൻ ടോം ചാക്കൊക്കെ ഒരു വിമർശനം ഉന്നയിക്കാറുണ്ട്. ഇവിടെ നിന്ന് കൗണ്ട് ഡൗൺ എണ്ണിക്കൊണ്ടാണ് 0, 2, 3 ഇങ്ങനെ കൗണ്ട് ഡൗൺ, താഴത്തേക്ക് കൗണ്ട് ഡൗൺ എണ്ണിക്കൊണ്ടാണ് 10, 9, 8 അവസാനം 0 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സ്പേസിലേക്ക് റോക്കറ്റ് പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് ചന്ദ്രനിൽ കൗണ്ട് ഡൗൺ ചെയ്യും? ഷൈൻ ടോം ചാക്ക് ഉന്നയിച്ച ഒരു വിമർശനമാണത്. അങ്ങനെ ഒരു കൗണ്ട് ഡൗൺ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം തൊട്ട് മുകളിൽ, ചന്ദ്രൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സർവീസ് മോഡ്യൂൾ ചന്ദ്രനെ ചുറ്റി കറങ്ങുന്നുണ്ട്. പിന്നെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ 1/6 ഗ്രാവിറ്റിയേ ഉള്ളൂ. അതായത് ഒരു ഓബ്ജക്റ്റിന് ആ ചന്ദ്രൻ്റെ ആ ഉപരിതലത്തിലേക്ക് ആകർഷിക്കുന്ന ഗ്രാവിറ്റി 1/6 ഉള്ളൂ എന്നല്ല. അത് വളരെ എളുപ്പമാണ് മുകളിലേക്ക് പൊങ്ങിപ്പോരാൻ. കൂടാതെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്, ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി 11.2 ആണെങ്കിൽ ചന്ദ്രൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.38 കിലോമീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ എത്രമാത്രം 2.38 കിലോമീറ്റർ/സെക്കൻഡ് എന്ന് പറയുമ്പോൾ എത്രമാത്രം ചെറിയൊരു ത്രസ്റ്റർ മതി അതിനെ മുകളിലേക്ക്, ആ ഒരു സ്പേസ്, ആ ഒരു മോഡ്യൂളിനെ മുകളിലേക്ക് എത്തിക്കാൻ. അതിൻ്റേതായ ത്രസ്റ്റർ റോക്കറ്റുകൾ ചെറിയ തോതിൽ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തിൽ അത് മുകളിലേക്ക് പോയി അതിലേക്ക് ഡോക്ക് ചെയ്യുക, സർവീസ് മോഡ്യൂളുമായി ഡോക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഇതൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. ഷൈൻ ടോം ചാക്കോ അല്പമൊന്നും അദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ അവബോധത്തിലേ ഉള്ളൂ. ഏത് സെലിബ്രിറ്റി എന്ത് പറഞ്ഞാലും അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് സെലിബ്രിറ്റികൾ സാധാരണയായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് തെളിവുകൾ, ഏറ്റവും ശക്തമായ തെളിവുകൾ എന്ന് പറയുമ്പോൾ ചന്ദ്രനിലും മനുഷ്യൻ പോയിട്ടുണ്ട് എന്നുള്ളതിന് മറ്റൊരു പ്രധാന തെളിവാണ് ചന്ദ്രനിൽ സ്ഥാപിച്ചിരിക്കുന്ന റെക്ടോ റിഫ്ലക്റ്റേഴ്സ്. അങ്ങനെ ഒരു ഉപകരണം അവിടെ, ശാസ്ത്ര ഉപകരണം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, ലേസർ റിഫ്ലക്റ്റർ. അപ്പോൾ ഇവിടെ നിന്നും, ഭൂമിയിൽ നിന്നും ലേസർ ബീം തൊടുത്തു വിട്ടാൽ ഇത് ഈ ഒരു ചന്ദ്രനിൽ സ്ഥാപിച്ചിരിക്കുന്ന റിഫ്ലക്ടറുകൾ തട്ടി തിരിച്ചു വരുന്ന ആ ഒരു ദൂരം, ഇതാണ് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ശാസ്ത്രീയപരമായ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഭൂമിയും ചന്ദ്രനും തമ്മിൽ നിൽക്കുന്നൊരു യഥാർത്ഥ, വളരെ കൃത്യതയാർന്ന ഒരു ദൂരമായിട്ട് ശാസ്ത്രത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ കാല് കുത്തി അത് അവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ്, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ സ്പുട്നിക്കൊക്കെ, നമ്മളൊക്കെ അപ്പോളോ ഇവിടെ നിന്ന് പോകുമ്പോൾ സ്പുട്നിക് ചന്ദ്രോപരിതലത്തിലുണ്ട്. അന്ന് ശീതയുദ്ധത്തിൻ്റെ 2 വൻ ശക്തികളാണ് USSRും USA-യും. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോളോ അവിടെ പോയിട്ടുണ്ട്, അവിടെ ആളിറങ്ങിയിട്ടുണ്ട് എന്ന് വളരെ കരുതലോടുകൂടി സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നത് എപ്പോഴും റഷ്യയായിരിക്കും. റഷ്യയുടെ മനുഷ്യൻ അവിടെ ഈ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ, നീൽ ആംസ്ട്രോങ് ഒക്കെ പോകുമ്പോൾ റഷ്യയുടെ സ്പുട്നിക് അവിടെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം സൂക്ഷ്മമായിട്ട് റഷ്യ നിരീക്ഷിച്ചിട്ടുള്ളതും റഷ്യക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്.
ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ വിമർശനം ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ കെൽപ്പും ശേഷിയുമുള്ള റഷ്യ തന്നെയായിരിക്കും. റഷ്യ ഈ ഇന്ന് വരെയും ചന്ദ്രൻ അവിടെ മനുഷ്യരവിടെ പോയിട്ട് ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇത് ശരിവെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 3.5-4 ലക്ഷത്തോളം പേര് ഈ ചന്ദ്രൻ്റെ അപ്പോളോ ചന്ദ്രൻ്റെ ആ ഒരു മിഷനിൽ ചന്ദ്രദൗത്യത്തിൽ പല വിങ്ങുകളിലായിട്ട് ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാവരും അതിന് ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇവരെ എല്ലാവരെയും നിശബ്ദമാക്കണമെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചുള്ള എത്ര കോടി രൂപ മുടക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദൗത്യം ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഈ ചന്ദ്രനിലേക്ക് പോകേണ്ട അന്ന് പോയിരുന്നുവെങ്കിൽ ഇന്നും തുടർച്ചയായിട്ട് എത്രയോ പ്രാവശ്യം പോകേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന വിധം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും പോകണം. പക്ഷേ അമേരിക്കൻ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് 4% ചന്ദ്രദൗത്യത്തിനായിട്ട് ചെലവാക്കേണ്ടി വരുന്നത്. ഇത് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ കനത്ത വിമർശനം, ഭാരിച്ച ചിലവാണത്. ഈ തുക എന്ന് പറഞ്ഞാൽ ഏകദേശം 8.73 ലക്ഷം കോടി രൂപയോളം ചിലവാണ് ഈ ചന്ദ്രദൗത്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഭാരിച്ച ചിലവാണ്. ഈ ചെലവ് സമൂഹത്തിൻ്റെ നികുതിപ്പണം, പൊതുജനങ്ങളുടെ നികുതിപ്പണം അവർക്ക് വികസനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടത് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാത്ത കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് കനത്ത വിമർശനം അമേരിക്കൻ ജനങ്ങൾക്കിടയുണ്ടായി. അതുകൊണ്ടാണ് ഇത് തൽക്കാലമായിട്ട് ഇനി 72 ശേഷം ഇനി ചന്ദ്രപര്യവേഷണം വേണ്ട, ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കേണ്ട, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾക്ക് തൽക്കാലം നന്ദി കുറിച്ച് എന്നാണ് മറ്റൊരു വസ്തുത. പോരാത്തതിന് ഇതിന് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രനിൽ നിന്നും ഈ നീൽ ആംസ്ട്രോങ് തന്നെ 21 കിലോ ചന്ദ്രൻ്റെ പല മെറ്റീരിയലുകൾ അവിടെ നിങ്ങളുടെ മണ്ണുമായാലും പൊടിയായാലും ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പല രാജ്യങ്ങൾക്കും ചന്ദ്രൻ്റെ ചില പരീക്ഷണങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. മൊത്തം നോക്കിയാൽ നാസയുടെ മൊത്തം ചന്ദ്രപര്യവേഷണത്തിൽ ഏകദേശം 382 കിലോ ചന്ദ്രൻ്റെ ശിലകളും ചന്ദ്രനിൽ നിന്ന് കിട്ടിയിട്ടുള്ള മണ്ണും പൊടിയും എല്ലാം ഇവർ ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 80ഓളം രാജ്യങ്ങളിൽ ായിട്ട് വിവിധ പരീക്ഷണങ്ങൾക്കായിട്ട് വീതിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ചന്ദ്രപര്യവേഷണത്തിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. പിന്നീട് വന്ന ഈ ഭാരിച്ച ചിലവ്, ചന്ദ്രപര്യവേഷണത്തിനുള്ള ഭാരിച്ച ചിലവ്, അതുകൊണ്ടാണ് നാസ ഇതിൽ നിന്നും പതുക്കെ ചന്ദ്രദൗത്യത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതാണ് വസ്തുത. ഇനി അന്ന് ശീതയുദ്ധമായിരുന്നുവെങ്കിൽ ഇന്ന് ചന്ദ്രനിൽ ഒരു കോളനി സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വീണ്ടും ആർട്ടിമിസ് ദൗത്യവുമായിട്ട് നാസ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കാനും അവർ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് വെറുതെ ഒരു ഇറക്കലല്ല, അത് ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഇറക്കലല്ല. ചന്ദ്രനിൽ നിന്നുകൊണ്ട് ചൊവ്വയിലേക്കുള്ള ഈ ചന്ദ്രൻ്റെ എതിർവശത്തുള്ള സൂര്യപ്രകാശം തട്ടാത്ത എതിർവശത്തുള്ള ഭാഗത്ത് ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്, ജലസമ്പത്ത് കാണുന്നുണ്ട്. അത് നമ്മുടെ ചന്ദ്രയാൻ ദൗത്യം അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണത്. അപ്പോൾ ഈ ആ ജലത്തിൽ നിന്ന് നമുക്ക് ഈ ലിക്വിഡ് ഹൈഡ്രജനും പിന്നെ ലിക്വിഡ് ഓക്സിജനും വേർതിരിച്ചെടുത്തുകൊണ്ട് ക്രയോജനിക് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അവിടെ നിന്ന് ആ റോക്കറ്റിൽ നിന്ന് അത് ലോഡ് ചെയ്ത ശേഷം ചൊവ്വയിലേക്കുള്ള പര്യവേഷണം, ചൊവ്വയിലേക്കുള്ള യാത്ര സുഗമമായിട്ട് നടത്താൻ പറ്റും എന്നുള്ള മുൻകൂട്ടി ഉള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആർട്ടിമിസ് ദൗത്യവുമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആവട്ടെ, ഓക്സിജൻ സ്പേസ് ആവട്ടെ, ഇതുപോലെയുള്ള ചില സ്വകാര്യ സ്പേസ് ഏജൻസികൾ ചില ബഹിരാകാശ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത്
അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടാനാണ്. അപ്പോൾ ബഹിരാകാശത്ത് ഇവരുടെ ലാഭക്കൊയ്ത്ത് എന്താണ്? ഒന്ന്, അവിടുത്തെ സ്പേസ് ടൂറിസം. നമുക്കറിയാം, 20 ദശലക്ഷം ഡോളറാണ് ഓരോ ബിസിനസ് സാമ്രാട്ടുകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് ഓരോ പ്രൈവറ്റ് ഏജൻസികൾ അവരെ സ്പേസിലേക്ക് ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നത്. ഓരോരുത്തരിൽ നിന്ന് 20 ദശലക്ഷം ഡോളർ. അപ്പോൾ എത്രമാത്രം വരുമാനം ഈ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകൾക്ക് സ്പേസ് എക്സിനൊക്കെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് ഒരു ദിവസം തങ്ങുക, 2 ദിവസം തങ്ങുക, ആ സ്പേസിലേക്ക് യാത്ര ചെയ്യുക. ഇതിനൊക്കെ 3 ലക്ഷത്തോളം വൻ അന്താരാഷ്ട്ര വ്യവസായികൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നു എന്നുള്ള ചന്ദ്രനിലേക്കൊക്കെ പോകാൻ. പക്ഷേ ഈ നീൽ ആംസ്ട്രോങ് ആയാലും ബസ് ആൽഡ്രിൻസ് ആയാലും മൈക്കൽ കോളിൻസ് ഒക്കെ ഇവരൊക്കെ വളരെ സഫർ ചെയ്യാൻ തയ്യാറായിട്ടാണ് പോയത്. വളരെ ചെറിയ ഒരു ക്യാപ്സ്യൂളിനകത്തിരുന്ന് വളരെ പരിമിതമായ ടോയ്ലറ്റൊന്നുമില്ല. ടോയ്ലറ്റ് കാര്യം വളരെ ഇതൊക്കെ പുറത്ത് കളയുന്ന പരിപാടി. ടോയ്ലറ്റൊന്നും അവിടെ കാര്യക്ഷമമായിട്ടില്ല. അവർക്ക് കുളിക്കാൻ പറ്റില്ല, ഭക്ഷണം ഒന്നും കൃത്യമായിട്ട് കിട്ടും. അവർ അങ്ങനെ സഫർ ചെയ്തുകൊണ്ട് ആ കോമ്പറ്റീഷൻ നേരിടാൻ തയ്യാറായിട്ടാണ് ഇലാംസ്ട്രോങ്ങിന് ആ ടീമുകളൊക്കെ ചന്ദ്രനിലേക്ക് പോയത്, സ്പേസിലേക്ക് പോയത്. പക്ഷേ മറ്റേ യൂറി ഗഗാറിനൊക്കെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് സഞ്ചരിക്കുക എന്നുള്ള ഒരു ദിവാസ്വപ്നം ചരിത്രത്തിൽ ഏടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ലക്ഷ്യമായിരുന്നത്. പക്ഷേ ടൂറിസ്റ്റുകൾ പോകുമ്പോഴും അങ്ങനെയല്ല. അവർക്കെപ്പോഴും കംഫർട്ട്നെസ്സിന് പ്രാധാന്യം കൊടുക്കണം, എന്തിനേക്കാളുപരി സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. അവരെ സംബന്ധിച്ച് നല്ലൊരു ടോയ്ലറ്റ് സൗകര്യം വേണം, അവർക്ക് വേണ്ട ഭക്ഷണം. അവർ സമ്പന്നരാണ്, ധാരാളം പണം മുടക്കി ഇതിൻ്റെ ഭാഗമാകുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. പിന്നെ അവർക്ക് സുഖമായിട്ട് ഉറങ്ങാനുള്ള സൗകര്യം കൊടുക്കണം. ഇതെല്ലാം ഒരു സ്റ്റാർഷിപ്പിൽ ഉണ്ടാക്കുക, ഒരു സ്പേസ് വാഹനത്തിനകത്ത് ക്യാപ്സ്യൂൾ മോഡ്യൂളിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവേറിയതാണ്. അതുകൊണ്ടാണ് ഇലോൺ മസ്ക് എല്ലാം അതിന് പിന്നിൽ, പ്രൈവറ്റ് ഏജൻസികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് കനത്ത നല്ലൊരു തുക വരുമാനമായിട്ട് ഇതിലൂടെ സ്പേസ് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ വളരെ കൗശലപൂർവ്വം അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇത് നമുക്കറിയാം, ഇവിടെ പല മെറ്റൽസിനും കമ്പ്യൂട്ടർ ഉണ്ടാക്കാനും ലാപ്ടോപ്പ്, ക്യാമറ, മൊബൈൽ ഫോൺ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ചില മെറ്റലുകൾ ഭൂമിയിൽ ദൗർലഭ്യം നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരം മെറ്റലുകളുടെ ഇത്തരം മൂലകങ്ങളെല്ലാം ചന്ദ്രനിലുണ്ടോ, അത് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കുക. നമുക്കറിയാം, ഒരു ചിഹ്നഗ്രഹമുണ്ട് വ്യാഴത്തിന്, ശാസ്ത്രം കണ്ടെടുത്തിട്ടുണ്ടത്. ഒരു വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിൽ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റുകളിൽ ഒരുപാട് ആസ്ട്രോയിഡുകളുള്ളതിൽ ഒരു ആസ്ട്രോയിഡ് ഉണ്ട്, ഒരു വിചിത്രമായി ഒരു ആസ്ട്രോയിഡ്. ആ ആസ്ട്രോയിഡിൻ്റെ പേര് നാമകരണം ചെയ്തിരിക്കുന്നത് സിസ്റ്റീൻ സൈക്ക് എന്നാണ്. ഇതിൽ ഈ ആസ്ട്രോയിഡിൽ നിറച്ചും നിക്കല്, പ്ലാറ്റിനം, സ്വർണം എന്നീ ലോഹങ്ങളാൽ സമ്പന്നമാണ് ഈ ആസ്ട്രോയിഡ്. അതായത് ഇത് കണ്ടുപിടിച്ചത് ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. ഏകദേശം 226 കിലോമീറ്റർ ഒരു വീതിയിലുള്ള ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു ആസ്ട്രോയിഡാണത് സിസ്റ്റീൻ സൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഈ സ്വർണം അതുപോലെ എക്സ്പ്ലോർ ചെയ്ത് ഭൂമിയിലേക്ക് എത്തിച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യനും 9,000 കോടി രൂപയുടെ അധിപരാകുന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, അവിടെയുള്ള ഈ പ്രഷ്യസ് ലോഹങ്ങളുടെ ഓരോ സാന്നിധ്യം എന്നുള്ളത്. ഓരോ ചിഹ്നഗ്രഹത്തിലെയും ഓരോ ഗ്രഹങ്ങളിലെയും ഓരോ ഉപഗ്രഹങ്ങളിലെയും ലോഹങ്ങൾ. ചന്ദ്രനിലാണെങ്കിൽ പ്ലാറ്റിനം, ടൈറ്റാനിയം, ഭൂമിയിൽ അതീവ ദൗർലഭ്യം വളരെയധികം പ്രഷ്യസ് മെറ്റലായിട്ടുള്ള ഹീലിയം-3 എന്നീ ലോഹങ്ങളെല്ലാം ചന്ദ്രനിൽ വളരെയധികമുണ്ട്. ഇത് എക്സ്പ്ലോർ ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റീൻ സൈക്കിക് എന്ന ആ ഒരു ചിഹ്നഗ്രഹത്തിൽ ലഭിക്കുന്ന ആ സ്വർണം എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്പേസ് ക്രാഫ്റ്റ് എല്ലാം തൊടുത്തു വിട്ടിട്ടുണ്ട്. പല ഉപഗ്രഹങ്ങളിലും ചിഹ്നഗ്രഹങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഈ പ്രഷ്യസ് മെറ്റൽസ് എല്ലാം
എക്സ്പ്ലോർ ചെയ്തെടുക്കുക എന്നുള്ള ഉദ്ദേശം അവർക്ക് സ്വകാര്യ സ്പേസ് ഏജൻസിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവർ പ്രധാനമായും ഈ ചന്ദ്രനെയൊക്കെ വളരെയധികം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ആർടെമിസ് 3 ദൗത്യം സമീപകാലത്ത് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആർടെമിസ് 4 കൂടി നാസ മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കുകയും ചെയ്യും. ചന്ദ്രനിൽ ഒരു കോളനി സ്ഥാപിക്കുക. ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഭൂമി ഏതെങ്കിലും വിധത്തിൽ വല്ല ആസ്ട്രോയിഡ് വന്ന് ഭീമാകാരമായിട്ടുള്ള ആസ്ട്രോയിഡ് വന്ന് നമ്മുടെ ദിനോസറുകളെല്ലാം അപ്രത്യക്ഷമായ പോലെ മനുഷ്യൻ അപ്രത്യക്ഷമാകാതെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ഗ്രഹം കൂടി കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പര്യവേഷണങ്ങളെല്ലാം ഇനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതീവ ശ്ലാഘനീയമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ നോർമൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ, നോർമൽ ATP പ്രഷറിൽ മാത്രം ജീവിക്കാൻ സാധിക്കുന്ന, ഭൂമിയിലെ ശ്വാസം എടുത്തുകൊണ്ട്, ഭൂമിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, ഭൂമിയിലെ നോർമലായിട്ടുള്ള പ്രഷറിൽ അതിജീവിച്ച് പോകുന്ന ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. ഈ ജീവിയെ ഇതിന് പ്രതികൂലമായ, ഇതിന് യാതൊരു ബന്ധമില്ലാത്ത, ഉദാഹരണം പറഞ്ഞ ചൊവ്വയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാൻ ആലൻ ബെൽറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് അവിടുത്തെ റേഡിയേഷൻ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ മനുഷ്യൻ അതിജീവിക്കണമെങ്കിൽ ആ ഒരു സർഫസിൻ്റെ അടിയിൽ, അതിൻ്റെ അടിയിൽ ചൊവ്വയുടെ ഉള്ളിൽ ആ ഒരു വലിയൊരു ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വേണം മനുഷ്യന് അതിജീവിക്കേണ്ടി വരിക എന്നാണ്. അവിടെ യാതൊരുവിധ ഓസോൺ കവചങ്ങളില്ല, ഈ വാൻ ആലൻ ബെൽറ്റുകളില്ല. അപ്പോൾ അതുപോലെയുള്ള ഗ്രഹങ്ങളെല്ലാം തേടിക്കൊണ്ട് മനുഷ്യൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഇനിയുള്ള സമീപ ഭാവിയിൽ അപ്രാപ്യമായിന്ന് വരില്ല. പക്ഷേ അതിവിദൂരമല്ലാത്ത ഭാവി, സയൻസിൻ്റെ ഇനിയുള്ള വികാസത്തിൽ അത് പ്രാപ്യമായി വന്നാൽ അത് മനുഷ്യരാശിക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രന് വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ ഭൂമിയുടെ കാര്യത്തിൽ എടുക്കുന്നത്. വളരെ അത്ഭുതകരമായ റോളാണ്. ഒരു പ്രകൃതിയുടെ അത്ഭുതമാണ് ചന്ദ്രൻ എന്ന് പറയാം. കാരണം ചന്ദ്രനില്ലെങ്കിൽ ഭൂമിക്ക് നിലനിൽപ്പില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം ചന്ദ്രൻ്റെ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ആ ചന്ദ്രൻ ഭൂമിയിലേക്കുള്ളൊരു ഗ്രാവിറ്റേഷൻ പിടിക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ കറക്കം, ഭൂമിയുടെ അച്ചുതണ്ടിലുള്ളൊരു കറക്കം ഈ നമുക്ക് കൃത്യമായിട്ട് 24 മണിക്കൂറായിട്ട് അനുഭവപ്പെടാനുള്ള കാരണം. അഥവാ ചന്ദ്രനില്ലെങ്കിൽ ഭൂമിയുടെ കറക്കം വളരെ സ്ലോ ആവും. 6 മണിക്കൂർ മുതൽ 12 മണിക്കൂറായിട്ട് ഭൂമി ഒറ്റ കറങ്ങി വരും. അത് ഒരു വർഷം എന്നുള്ള 1000 ദിവസങ്ങൾ നീണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷമായിട്ട് മാറുള്ളൂ എന്നൊരു നിഗമനം കൂടിയുണ്ട്. പോരാത്തതിന് വേലിയേറ്റം ഉണ്ടാകുന്ന ചന്ദ്രസാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ട് വേലിയേറ്റം ഉണ്ടാവാതെ വന്നു കഴിഞ്ഞാൽ കടലിലുള്ള കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥിതിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത്രമേൽ പരമപ്രധാനമായിട്ടുള്ള റോളാണ് ചന്ദ്രന് ഉള്ളത്. ഈ ചന്ദ്രൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന എല്ലാവിധ ശാസ്ത്രജ്ഞന്മാർക്കും എല്ലാവിധത്തിലുള്ള പര്യവേഷകർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ബഹുമുഖ പ്രതിഭകൾക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ ആദരം അർപ്പിക്കുകയാണ്. ഈ ഒരു ചന്ദ്ര ദൗത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെയാണ് ജൂലൈ 20 അന്താരാഷ്ട്ര ചന്ദ്രദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ എല്ലാവരോടും ആചരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റായ നിക്സനാണ് ഇതിന് നന്ദി കുറിച്ചത്. അത് എല്ലാവർക്കും അത് സമംഗളം ആചരിക്കാനും ആഘോഷിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.